മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം. Letter to Ephesians chapter 5 verse 16. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. നഷ്ടപ്പെടുത്തിയാൽ യാതൊരു കാരണവശാലും തിരികെ ലഭിക്കാനാവാത്ത വലിയ ധനമാണ് സമയം. വാർദ്ധക്യകാലത്ത് തിരിഞ്ഞു നോക്കി സമയം ശരിയായി ഉപയോഗിച്ചില്ലല്ലോ, അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് പുലമ്പുന്നവരുണ്ട്. ആ വിലാപം പ്രയോജനരഹിതമാണ്. അവശേഷിക്കുന്ന സമയമെങ്കിലും ശരിയായി ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ് കരണീയം. സമയക്കുറവ് മൂലം ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. സമയം നഷ്ടപ്പെടുത്താതെ ശരിയായി വിനിയോഗിച്ചുവോ എന്നതാണ് പ്രധാനം. പല പുസ്തകങ്ങൾ രചിച്ച ഗ്രന്ഥകാരനും നമുക്കും സമയം സമമായിട്ടാണ് ലഭിക്കുന്നത്. പക്ഷെ സമയത്തെ ഉപയോഗപ്പെടുത്തിയ രീതിയിൽ വ്യത്യാസമുണ്ട്. ഒരാൾ സമയത്തെ തക്ക വിധത്തിൽ ജാഗ്രതയോടെ ഉപയോഗിച്ചു, മറ്റേയാൾ അലസമായി ചെലവഴിച്ചു. എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനിടയിൽ ശ്രദ്ധ പതറിയാൽ ആ കാര്യം ഭംഗിയായി ചെയ്തു തീർക്കുവാൻ സാധിക്കുകയില്ല. ആ സമയം നാം നഷ്ടപ്പെടുത്തുകയായിരിക്കും. അനേകരെ തന്റെ കടയിലേക്ക് ആകർഷിച്ച ഒരു തയ്യൽക്കാരനുണ്ടായിരുന്നു. സമയനിഷ്ഠയോടെ തുന്നൽ തീർത്ത് വസ്ത്രങ്ങൾ മടക്കി കൊടുക്കുവാൻ അയാൾക്ക് നിർബന്ധമായിരുന്നു. കടയിൽ വരുന്നവരോട് തുന്നുവാനുള്ള വസ്ത്രങ്ങൾ വാങ്ങിയാൽ പിന്നീട് ഒരു നിമിഷം പോലും നഷ്ടമാക്കാതെ ജോലി തുടങ്ങും. ഇന്ന് അയാൾ ഒരു വലിയ കടയുടെ ഉടമസ്ഥനാണ്. ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ അന്ന് ചെയ്തു തീർക്കേണ്ട ജോലികളെപ്പറ്റി നാം പരിപാടികൾ ആസൂത്രണം ചെയ്യണം. സമയം നഷ്ടപ്പെടുത്താതെ ഓരോന്നും ചെയ്തു തീർക്കണം. അപ്പോൾ സംതൃപ്തിയും ആത്മാഭിമാനവും ലഭിക്കും. കൊടുത്താൽ മടക്കി കിട്ടാത്ത ധനമാണ് സമയം എന്ന കാര്യം നമ്മൾ മറക്കരുത്. ആ അമൂല്യമായ ധനം നമ്മൾ പ്രയോജനപ്രദമായി ഉപയോഗിച്ചാൽ അത് നമുക്ക് വലിയ നേട്ടമായി. അതിനെല്ലാവർക്കും ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.